ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ഡെക്കറേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചുകളെല്ലാം റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ട്രിപ്പ് ഓവനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ 4 പാത്രങ്ങളിലായിട്ട് ബാറ്ററെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബേക്കായി വന്നതിൻ്റെ ശേഷം വേണം ഇനി ഇത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ചെറിയ ഓവനാകുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് തലേദിവസം ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 ടയർ കേക്കാണ്, വെഡ്ഡിങ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഡെലിവറി ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനിതൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള സ്റ്റെൻസിൽ വർക്കിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ സ്റ്റെൻസിൽ ഡിസൈൻ ഇല്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ വെച്ചിട്ട് തന്നെ ഇതിനെ ഫൈനൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഷാർപ്പ് എഡ്ജാക്കിയാണ് എടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഗോൾഡൻ കളറിലുള്ള കേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് 8 ഇഞ്ചിലാണ്. അപ്പോൾ 2 kg ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത്. മുകളിലത്തെ കേക്ക് അടക്കം 2 kg ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് ഏകദേശം ഒരു 1.5 കിലോൻ്റെ അടുത്ത് കേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ 8 ഇഞ്ചിൽ 5 ലെയേഴ്സാണ് കേട്ടോ ഈ ഒരു കേക്കിനായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടയർ കേക്കും 3 ടയർ കേക്കും എല്ലാം ചെയ്യുമ്പോൾ കുറച്ചൊരു ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം 5 ലെയേഴ്സെങ്കിലും കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണിത്. ഈ ഒരു കേക്കിനും 5 ലെയർ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു കേക്ക് 2 kg മുകളിൽ ഉണ്ടാവില്ല വെയിറ്റ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും വെയിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളിവിടെ 4 എഗ്ഗ് വെച്ചിട്ട് 8 എഗ്ഗ് വെച്ചിട്ട് തന്നെ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ട് ബാറ്റർ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് മിക്സറിലെല്ലാം ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൊങ്ങി വരുന്ന കേക്കായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ സ്പഞ്ചസിനും ഓരോ 5 ലെയറായിട്ട്, അതായത് 8 ഇഞ്ചിൽ ചെയ്തതിന് 5 ലെയറായിട്ടും 5 ഇഞ്ചിൽ ചെയ്തതിന് 5 ലെയറായിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു കേക്കിന് ഫൈനൽ കോട്ട് ചെയ്യണുണ്ട്. വൈറ്റ് കളറിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ വൈറ്റ് കളറും ഗോൾഡൻ കളറും കൂടി മിക്സ്ഡ് ആയിട്ടാണ് കേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു കേക്ക് ഓരോന്നായിട്ട് ഇവിടെ ബേക്കായി വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വെച്ച ട്രിപ്പ് ബേക്കായി കഴിഞ്ഞു. ഇനി അവിടെ പുറത്തുണ്ടായിരുന്ന ആ കേക്ക് ഓരോന്നായിട്ട് ഞാൻ അതിൽ വെച്ചിട്ട് ബേക്കാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട്, അതായത് നമ്മളിപ്പോൾ 2 ടയർ കേക്കിൻ്റെ ടോപ്പിലായിട്ട് വന്നിട്ടുള്ള കേക്കാണ് ഈ ഒരു ഗോൾഡൻ കേക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ മാനുവൽ അല്ല, പോർട്ടബിൾ എയർ ബ്രഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് വയർലെസ് ആണ്. നമുക്ക് ചാർജ് ഇട്ടിട്ട് അതിൻ്റെ ശേഷം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എയർ ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലർക്കെല്ലാം ഉണ്ടായിട്ടുണ്ടാവും, ഈ ഗോൾഡൻ ഡസ്റ്റ് ആണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എത്ര തന്നെ എയർ ബ്രഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് പുറത്തേക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഈ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു എയർ പുറത്തേക്ക് വരുന്ന ഭാഗത്തിന് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പൊടിയെല്ലാം ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം പോയിട്ട് കറക്റ്റ് ചെയ്ത് അതുപോലെ എയർ പുറത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും ഗോൾഡൻ ഡസ്റ്റും അതുപോലെ ഇവോപ്രെക്സും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പമ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ചില സമയങ്ങളിലെല്ലാം ഇത് ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഞാനിതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാറാണുള്ളത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തും ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റാക്കിങ് ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ്റെ ആ ഒരു ഭാഗം പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും കുറച്ച് ഇതുപോലെ തന്നെ എയർ ബ്രഷ് വെച്ചിട്ട് ആ ഗോൾഡൻ കളർ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഫിനിഷിങ്ങിൽ ചെയ്താൽ മതി. അത് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് എയർ ബ്രഷ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് റീൽ ചെയ്ത സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാ എയർ ബ്രഷ് എന്നുള്ളത്. അപ്പോൾ ഇത് പുറത്തുനിന്ന് കൊടുത്തിട്ടുള്ളതാണ്. നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടായിരിക്കും മിക്കവാറും. പിന്നെ ഇത് ഇനി ഒരു കേക്ക് സ്റ്റാക്ക് ചെയ്യാണ്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്കും ഫൈനൽ കോട്ട് ചെയ്ത് കഴിഞ്ഞു. 5 ഇഞ്ചിൻ്റെതും ചെയ്തു. ഇനി രണ്ടും കൂടി സ്റ്റാക്ക് ചെയ്തിട്ട് അതിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും എല്ലാം വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്റ്റാക്കിങ്ങിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ വ്ളോഗിലും പറയാറുണ്ട്. അപ്പോൾ ഇതാ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാക്ക് ചെയ്തതിൻ്റെ ശേഷം ടോപ്പിലായിട്ട് വീണ്ടും എയർ ബ്രഷ് വെച്ചിട്ട് ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റാക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഹോൾ വരും. ആ ഹോളിനെ കവർ ചെയ്തതിൻ്റെ ശേഷമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ ഫ്ലവേഴ്സ് വെക്കുകയാണ് വൈറ്റ് കളറിൽ. ഗോൾഡനും വൈറ്റുമാണ് കേക്കിൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. അപ്പം ഗോൾഡൻ കളറിൽ ലീഫും കൊടുക്കാം, വൈറ്റ് കളറിൽ ഫ്ലവേഴ്സും കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് ഇതാ കൊടുക്കുകയാണ്. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള സെയിം ഡെക്കറേഷൻ തന്നെയാണ്. പക്ഷേ ഇതിൽ സ്റ്റെൻസിൽ വർക്ക് വന്നിട്ടില്ല എന്നുള്ളൂ കേട്ടോ. താഴെ ഭാഗത്തായിട്ടാണ് സ്റ്റെൻസിൽ വർക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഗോൾഡൻ കളറിലുള്ള ലീഫും കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മുകളിലായിട്ട് ജസ്റ്റ് എൻഗേജ്ഡ് എന്നുള്ള
ഒരു സ്റ്റിക്ക് കൂടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ട് കാലുള്ള സ്റ്റിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടൂത്ത് പിക്ക് താഴെ കൊടുത്തിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇനി ഗോൾഡൻ കളറിൽ ഒരു ടച്ച് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിക്കിന് ഫുൾ ബ്ലാക്ക് ആയപ്പോൾ എനിക്ക് എന്തോ ഒരു മാച്ചിങ് കുറവ് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ കുറച്ച് എയർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ തന്നെ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് അതിലേക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഫുൾ ഗോൾഡൻ കളർ ആയിട്ടില്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ സ്പ്രെഡായ പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. ഈ ഒരു വൈറ്റും ഗോൾഡും കൂടിയുള്ള കോമ്പിനേഷൻ അതുപോലെ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം കേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം കട്ട് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഫൈനൽ കോട്ടും എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ തലേ ദിവസം ഈ ഒരു കേക്കുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് പിറ്റേ ദിവസം കൊടുക്കാനുള്ള കേക്ക് കൂടി ഉണ്ട് കേട്ടോ. അതായത് അന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ പോവുകയാണ്, അപ്പോൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം പോവാൻ. അതാണ് രാവിലെ തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ടോൾ കേക്കാണ് വന്നിട്ടുള്ളത്. ഇത് റെയിൻബോ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള സെയിം ഡെക്കറേഷൻ തന്നെയാണ്, മിക്സ്ഡ് കളറിൽ ഓരോ ലൈൻസ് ആയിട്ട് വന്നിട്ട് ബട്ടർഫ്ലൈയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ടോൾ കേക്ക് ചെയ്തിട്ടുള്ളത് 5 ഇഞ്ചിലാണ്. 5 ഇഞ്ചിൽ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് റോയൽ ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 ലൈനായിട്ട് റോയൽ ബ്ലൂ ആണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ഷെയ്ഡും വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് പിങ്കാണ്. പിങ്ക് വന്നിട്ടുള്ളത് റൂബി കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യെല്ലോ വന്നിട്ടുള്ളത് എഗ് യോക്ക് യെല്ലോ ആണ്. ഗ്രീന് വന്നിട്ടുള്ളത് റേഡിയൻറ്റ് യെല്ലോ ആണ്, ഗ്രീനാണ് കേട്ടോ. പിന്നെ റൂബി കളറുമാണ് പിങ്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ടോപ്പിൽ ഫുള്ളായിട്ട് പിങ്കാണ് കൊടുക്കുന്നത്. ഇനി ഇതിനൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക കേട്ടോ. സ്ക്രാപ്പർ വെച്ചിട്ട് എഡ്ജെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഷാർപ്പ് എഡ്ജാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ടോപ്പെല്ലാം ഒന്ന് ലെവലായി ഇതെടുത്തതിൻ്റെ ശേഷം ആണ് സൈഡിലുള്ള ക്രീമെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ടോപ്പ് ഭാഗം കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ ഷേപ്പാക്കി എടുക്കണം. ഇനി ഇതാ സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കണേ. ഈ ഒരു സമയത്ത് നമ്മൾ ക്രീമിൽ ബബിൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബബിൾ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാലും ഇതുപോലെ ഉണ്ടായിരിക്കും. ഓവർ ബീറ്റ് ആവുകയാണെങ്കിൽ കുറച്ച് ക്രീം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് സിറപ്പ് ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്താൽ മതി. ഇത് പുറത്തിരുന്നിട്ടൊന്ന് മെൽട്ടായ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ബ്രഷ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ വന്നപ്പോഴാണ് കൂടുതലായിട്ട് ബബിൾ കയറിയത് കാണുന്നത്. പക്ഷേ കസ്റ്റമർ സെലക്ട് ചെയ്ത ഫോട്ടോയിൽ ഈ ഒരു ഡിസൈനാണുള്ളത്, അതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഇതിൻ്റെ സൈഡെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ കുറച്ചുകൂടി നമ്മളിപ്പോൾ ഐസിങ് ചെയ്തതിൽ ബാക്കി ഉണ്ടായിരുന്ന ക്രീമില്ലേ, ആ ഒരു ക്രീം വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത്, സൈഡിലൊക്കെ ആയിട്ടുള്ള ഡെക്കറേഷൻ കേട്ടോ. അത് ഓപ്പൺ അല്ല, ഷെൽ നോസിൽ വെച്ചിട്ട് വലിയ സൈസിലുള്ള ഷെൽ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നത്. അപ്പം മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡെക്കറേഷന്. അപ്പം കുറച്ച് മുന്നെയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഉള്ള നമ്മളുടെ സബ്സ്ക്രൈബേഴ്സൊന്നും കാണാൻ ചാൻസ് ഇല്ല. കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത്. അങ്ങനെ ആ ഒരു കേക്കിനെ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചോക്ലേറ്റ് എന്താ പറയുക, ബ്ലാക്ക് ഫോറസ്റ്റ് നോർമൽ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ട് ഡ്രിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ എഡ്ജെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ബേസ് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് കൂളാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ അതിൻ്റെ ശേഷം 1 kg ഒരു വാഞ്ചോ കേക്കാണ്. ഇതും 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതാണ്. ടോട്ടൽ 4 ലെയേഴ്സാണ് വന്നിട്ടുള്ളത്. 3 ലെയേഴ്സാണ് സാധാരണ ഉണ്ടാവുക. പക്ഷേ നമ്മളിപ്പോൾ കുറച്ചൊരു ഹൈറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് 4 ലെയറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ അതിനൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഷാർപ്പ് എഡ്ജാക്കി എടുത്തിട്ട് ഇതിന് കൂളാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. എപ്പോഴും നമ്മൾ ഗണേശെല്ലാം കൊടുക്കുന്ന കേക്കുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടിക്കോളും ഗണേശെല്ലാം ഒഴിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ വാഞ്ചോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ടോപ്പ് ഭാഗത്ത് ബ്ലാക്ക്, പിന്നെ താഴെ ഭാഗത്തേക്ക് ചെറുതായി ഒലിച്ച് വന്നത് സ്ക്രാപ്പ് വെച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബ്ലാക്ക് ഫോറസ്റ്റ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അതിൻ്റെ മുകളിലും കുറച്ച് ഗണേശ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡ്രിപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്തൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. ഈ ഒരു ഗണേശനാണെങ്കിലും പിന്നെ കേക്കിലും തന്നെ ഡ്രിപ്പെല്ലാം വരുമ്പോൾ നല്ല ഭംഗിയിലായിരിക്കും വരിക. അല്ലെങ്കിൽ അതിങ്ങനെ ഒലിച്ച് താഴോട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയ ഡെക്കറേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആയതിൻ്റെ ശേഷം ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ടോൾ കേക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ടോൾ കേക്ക് പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പിങ്കിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റെഡ് കളർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ റൂബി പിങ്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫിനിഷിംഗ് ആക്കി ഷാർപ്പ് എഡ്ജാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കോക്കോമെലൻ തീമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോൾ കേക്കിൻ്റെ സൈസ് വന്നിട്ടുള്ളത് 5 ഇഞ്ചിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ടോൾ കേക്ക് ചെയ്യുമ്പോൾ 1 kg ആണെങ്കിൽ 5 ഇഞ്ചിലും 1.5 കിലോ ആണെങ്കിൽ 6 ഇഞ്ചിലും 2 കിലോനാണെങ്കിൽ 7 ഇഞ്ചിലുമാണ് ടോൾ കേക്ക് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഡ്ജെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഷാർപ്പ് എഡ്ജാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനൊന്ന് കൂളാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നല്ല കൂളായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ചെറിയൊരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. ഈ ഒരു ഡെക്കറേഷനെല്ലാം ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. കാരണം ചോക്ലേറ്റ് ബാക്കി വന്നിട്ടുള്ള നമ്മളിപ്പോൾ സിക്കിളും പോപ്സ് എല്ലാം ചെയ്യണ സമയത്ത് ബാക്കി വന്നത് വെച്ചിട്ട് അത് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യണ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡെക്കറേഷനെല്ലാം ബിഗിനേഴ്സിന് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൽക്കാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ കേക്ക് 3 എണ്ണം അവിടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സിക്കിളും പോപ്സും ഉണ്ട്. നമുക്കിപ്പോൾ ടോൾ കേക്ക് വന്നിട്ടുള്ളതിൻ്റെ കൂടെ സിക്കിളും പോപ്സും ഉണ്ട് കേട്ടോ. അതിൻ്റെ കോക്കോമെലൻ തീമിൻ്റെ എല്ലാം ഫോട്ടോ ലാസ്റ്റ് ആയിട്ട് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ പോണത് കുറേ ദിവസമായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കാൻ പോകലൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ കുറേ ആയി പരാതി പറയണത് നിൽക്കാൻ പോകാനായിട്ടൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എൻ്റെ വീട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു കേക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കലെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങളായിട്ടും തിരക്ക്, പിന്നെ ക്ലാസ് ഉണ്ടായിരിക്കും, ഫ്രീ ആവുന്ന സമയത്താണ് ക്ലാസ് എടുക്കുക. അപ്പോൾ എല്ലാം ആയപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ഒന്ന് ബാക്കിലോട്ടായി. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം ഉമ്മക്ക് ഇങ്ങനെ പരാതി കൂടി വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉമ്മ വന്ന് നിൽക്കാറാണ് അധികം. പിന്നെ അതുപോലെ ആവില്ലല്ലോ, നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മൾ പോയി നിൽക്കുന്നത് ഒരു വേറെ ഫീൽ തന്നെയല്ലേ. അപ്പോൾ പിന്നെ 2 ദിവസം അങ്ങനെ പോയി നിൽക്കാമെന്ന് വെച്ചു. അപ്പോൾ മക്കളെ ഞാൻ ഫസ്റ്റ് അവരെ കൂടെ മക്കളെ ആദ്യം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഈ വർക്കെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം.
പിന്നെ അവിടുന്ന് തന്നെ എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് സനൂബിയൻ്റെ വീട് വന്നിട്ടുള്ളത്. സനൂബിയനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സനൂസ് വേൾഡിൽ. അപ്പോൾ അവളെ വീട്ടിൽ പോയി അവളെ ഒന്ന് കാണണമെന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുറച്ചായിട്ട് ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് കാണലും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചൊരു നമ്മൾ സ്വന്തം കാര്യങ്ങൾക്കും കൂടി സമയം കണ്ടെത്തുക. അപ്പോൾ ഞാൻ പിന്നെ ഇവളെയും കൂടി ഒന്ന് കണ്ടിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ വൈകിട്ട് അവളെടുത്ത് വന്ന് പോയിട്ട് പിറ്റേ ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം അവളെടുത്ത് പോയി നല്ല ഹാപ്പി ആയിട്ട് നമ്മളതായ കുറേ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ പറ്റി. അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ എത്ര തിരക്കാണെങ്കിലും നമ്മളത് സ്വന്തം കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. നമ്മളെ ഫാമിലീൻ്റെ കൂടെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മ ഉപ്പൊക്കെ ഉള്ള കാലത്തെ നമുക്ക് അവരുടെ അടുത്ത് പോയി നിൽക്കാൻ കഴിയുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര തിരക്കാണെങ്കിലും അവരെ പോയി നിൽക്കാനുള്ള സമയത്ത് പോയി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടെ. പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസും എല്ലാം അതിൽ കാണാം. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്